എന്റെ ഫോട്ടോ ഒരു 0.1 സെക്കൻഡിൽ കണ്ട അപ്പം പിടിച്ച് സ്ട്രൈക്കാൻ തരും. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ? യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇനി ആ പാവാണെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരുപാട് ചാനൽസിനെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാവും. ഒരു ദിവസം വലിയൊരു ദുരന്തം സംഭവിച്ചു. അതിന് പരിഹാരമായി വേറൊരു നല്ല ദിവസം ഉണ്ടാവും. എന്റെ ജീവിതത്തില് ഇനി നല്ലതൊന്നും ബാക്കിയില്ലടാ ചാണ്ടി. കൊടുത്തവര് ആദ്യം നമ്മൾ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് നമ്മൾ മെയിൽ അയക്കും. മെയിൽ എന്ന് പറഞ്ഞാൽ ഡ്യൂഡ് ബ്രോ പ്ലീസ് ബ്രോ അറിയാണ്ട് ചെയ്തു പോയതാണ് ബ്രോ, ഇനി ചെയ്യില്ല, എന്റെ ചാനൽ നാളെ അടിച്ചു പോകും ബ്രോ. കണ്ടില്ലേ ഇഷ്ടംപോലെ മെയിലുകൾ നിൽക്കുകയാണ്. ചാനൽ അടിച്ചു പോകും, സ്ട്രൈക്ക് ഒന്ന് മാറ്റുമോ, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരൊരു വീഡിയോ ഇറക്കും. ഇപ്പൊ ഒരു ചാനലാണെങ്കിൽ ആ ചാനലുകാർ എന്റെ വീഡിയോ ഇറക്കും, ഞാൻ നോക്കി നിൽക്കും. അവരടുത്ത ആരുടെ ഇറക്കുന്ന നോക്കും, അടുത്ത എന്റെ ഇറക്കാണെങ്കിൽ ഒന്നുകൂടി നോക്കി നിൽക്കും, വീണ്ടും എന്റെ വീഡിയോ ഇറക്കാണെങ്കിൽ തിരിച്ചു കൂട്ടി. അത്രേ ഉള്ളൂ. അതിൽ യാതൊരു സൈബർ എന്റെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കി ഞാൻ കൊടുത്തിരിക്കും പണി. ചെറിക്കളിയൊക്കെ വേറെ, അത് വേറെ കാര്യം. കൊടുത്തിരിക്കും പണി, അത് വേറെ. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ഇങ്ങനൊക്കെ ചെയ്യാൻ മാത്രം നമ്മളോട് ആർക്കാ ഇത്രയും വിരോധം? ഇല്ല, എനിക്കറിയില്ല ചായ. എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഹലോ ഗയ്സ്, ഞാൻ മലയാളിയെ കടലിൽ തമ്പനിക്ക് തരുമ്പോ ഇതൊന്ന് വെച്ചോ ചെയ്. ഉള്ള കാര്യം പറഞ്ഞാ ഇയാൾക്ക് വലിയ സംഭവം ഒരു തൊണ്ടെങ്കിൽ ഒന്ന് ചെയ്. ഡ്യൂഡിക്ക് പനി വന്നു. ഇന്നാള് പൊന്നൂസിന്റെ കല്യാണം. പിന്നെ ആ സഞ്ജു ടെക്കിയൊക്കെ നോക്കിയാണെങ്കിൽ അമ്മയെ പ്രാങ്ക് ചെയ്തു, അച്ഛനെ പ്രാങ്ക് ചെയ്തു, മുത്തച്ഛനെ പ്രാങ്ക് ചെയ്തു. അങ്ങനെ പ്രാങ്കോട് പ്രാങ്ക്. അവർക്കൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ്. ഇവിടെ എഡിറ്റ് ചെയ്തും കഷ്ടപ്പെട്ടും രാപ്പകൽ വീഡിയോ ഇട്ടും കഷ്ടപ്പെടിച്ച് എഡിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഒരു വ്യൂസ് വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇല്ല. ഞാൻ ബ്രോനെ കുറ്റം പറയുന്നല്ല, അസൂയ കൊണ്ടുമല്ല. എനിക്ക് വ്യൂസിനൊന്നും ഒരു കുറവുമില്ല. എനിക്ക് നല്ല വ്യൂസ് കിട്ടുക തന്നെ. പക്ഷെ എന്നാലും പറയുന്നതിനാ എനിക്ക് ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വന്തം സഹോദരിയല്ലേ അന്ന് ICU കിടന്നിട്ട് പോലും ബ്രോ വീഡിയോ ചെയ്തല്ലോ. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു പ്ലാസ്റ്റർ എടുത്ത് കയ്യിൽ വെച്ച് കെട്ടിയ നമ്മൾ അറിയൂലെന്ന് വിചാരിച്ചു. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. കണ്ടന്റ് കിങ് ഇന്ന് ഞാൻ സ്വയം പറയുകയാണ്. ഞാനാണ് കണ്ടന്റ് കിങ്. ഞാൻ 1400 വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ 500 എണ്ണം നല്ലതും ബാക്കിയെല്ലാം പൊട്ടി എന്ന പൊട്ടിയുടെ നാടക പ്രകടനങ്ങളാണ്. പൊട്ടി എന്ന് തൊട്ടെൻ്റെ ലോക്കിംഗ് ഗോട്ട് എന്ന ചാനലിലേക്ക് വന്നു. അന്ന് തൊട്ട് ഞാനൊരു ഫാമിലി വ്ളോഗറിൻ്റെ കിങ് ആയി മാറിയിരിക്കുകയാണ്. 10 പേരെയൊക്കെയാണ് അംബഡോസ് റോസ്റ്റ് ചെയ്യുന്നത്, അതും മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സിനെ. അന്നൊക്കെ നാട്ടുകാർ അംബഡോസിനെ എയർലോട്ട് പറത്തി വിടുമായിരുന്നു. AJ കിച്ചൂട്ടിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് അംബഡോസ് എന്നുള്ള ഉത്തരമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ കാലം മാറി കോലം മാറി അംബഡോസ് വേറെ ലെവലായിട്ട് മാറി കഴിഞ്ഞു. യൂട്യൂബറാണ് അൻബോസിനോട്. പണ്ട് ഞാനൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പം പേഴ്സണലി ഭയങ്കര ഇതിനായ ഒരു വർക്കുന്ന യൂട്യൂബറായി മാറിയിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഒരു കാശിനും കൊള്ളാത്ത വീഡിയോസാണ് ഇയാൾ ഇടുന്നത്. എന്ന് പറയുമ്പോൾ ഡ്യൂഡിക്ക് പനി വന്നു, ഡ്യൂഡിയെ കുത്തി, ഡ്യൂഡി ഉറുമ്പ് അടിച്ചു, ഡ്യൂഡിയെ തേനീച്ച കുത്തി, ഡ്യൂഡി വലുതായി, ഡ്യൂഡി വീണു, ഡ്യൂഡിയെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് പക്കക്കൂറ വീഡിയോസ് ഇടുന്ന എന്തിനാണ് ഇങ്ങനെ ഡിസ്ലൈക്ക് അടിച്ചിട്ടും അംബഡോസിന്റെ ലൈക്കിന്റെ എണ്ണമാണ് കൂടി നിൽക്കുന്നത്. അത് ഡ്യൂഡിന് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നന്നായി പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അംബഡോസിന്റെ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അംബഡോസ് കുറച്ച് പേഴ്സണൽ ആയിട്ട് വ്യക്തിഹത്യ നടത്തുന്ന ഭയങ്കര ഒരു വ്യക്തിഹത്യാ രീതിയിലേക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഡ്യൂഡിന്റെ ഉമ്മയൊക്കെ കളിയാക്കിക്കൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് കുറച്ച് ഓവറായി പോയോ എന്ന് തോന്നുന്നു. 100% ഞാൻ യോജിക്കുന്നു.
ഇത്രയൊക്കെ സബ് ഉണ്ടായിരുന്നിട്ട് പോലും ഡ്യൂഡിന് അംബഡോസിനെ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.